ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പതിവ് പോലെ രാവിലെ അമ്പല ദർശനമാണ്. ഇത് ഏരൂർ മഹാഗണപതി ക്ഷേത്രമാണ്. ഇത് ഏരൂർ ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാമായണ മാസമായതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല വിശേഷ പൂജകളൊക്കെ ഉണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞാൻ തൊട്ട് അടുത്ത് തന്നെയുള്ള ഏരൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും കൂടെ പോയി. ഇത് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ അമ്പലവും വളരെ പ്രശസ്തി ആർജിച്ച അമ്പലമാണ്. ഇത് മിക്കവാറും ഞാൻ ഷഷ്ടിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ സ്കന്ദഷഷ്ടി, തൈപ്പൂയം എല്ലാം വളരെ കെങ്കേമമായിട്ട് ആഘോഷിക്കപ്പെടുന്നതാണ്. ഞാൻ ഇവിടെ എല്ലാ മാസവും ഷഷ്ടി നോക്കാൻ വരുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് ഇടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ ക്ഷേത്രം നല്ല പരിചയമായിരിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ അവിടെ പോയി അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. അവിടെ കുറേ ഈ തെറ്റി പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് അവിടുത്തെ ചേച്ചിമാരാണ്. അവരെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പം അവർ ചിരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴൊരു 10-11 മണിയായി കാണും. അവിടെ നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് തണ്ണിമത്തങ്ങ കണ്ടത്. തണ്ണിമത്തങ്ങ ഇങ്ങനെ കുറച്ച് ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട് അതിങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കണമെന്ന് വെച്ചിട്ട് നടന്നിട്ടില്ല. അന്നേരം പിന്നെ എന്തായാലും ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് കരുതി. ഇപ്പോൾ ഈ രാമായണ മാസം ആയതുകൊണ്ട് എല്ലാ അമ്പലത്തിലും നല്ല തിരക്കാണ് കേട്ടോ. നല്ല പൂജകളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ എല്ലാ അമ്പലങ്ങളിലും രാമായണം വായിക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ വായിക്കുന്നുണ്ട്. വീടുകളിൽ വ്രതത്തോടു കൂടി വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ വ്രതമൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ 30 ദിവസം കൊണ്ട് തന്നെ വായിച്ച് തീർന്നില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? അയ്യോ, ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ 30 ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ ബാക്കി ഭാഗം വായിച്ചാൽ മതി. ഒരു ഭഗവാനും വഴക്കൊന്നും പറയത്തില്ല നിങ്ങൾ 30 ദിവസം കൊണ്ട് എന്തുകൊണ്ട് വായിച്ച് തീർന്നില്ല എന്ന്. ഒരുപാട് പേർക്ക് ഓരോരോ ജോലിക്ക് പോകേണ്ടവർ കാണും. പിന്നെ കുട്ടികളെ വളർത്തുന്നവരുണ്ട്. അവർക്കൊക്കെ രാമായണം വായിക്കണമെന്നൊരു സന്തോഷം. അവർക്ക് സമയം കിട്ടുമ്പോഴല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പം 30 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പിന്നെ ചില അമ്മമാർക്കൊക്കെ 7 ദിവസം പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ദിവസം, അല്ല നമുക്ക് മെൻസസ് ആയിട്ടൊക്കെ മുടങ്ങി പോകുമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് അത് വായിക്കാൻ പറ്റത്തില്ല. അന്നേരം 7 ദിവസത്തേക്കും കൂടെ പിന്നീട് വായിക്കുമ്പോഴത്തേനും സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വേണമെങ്കിൽ വായിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ തണ്ണിമത്തങ്ങയുടെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. ഇത് വേറൊരു രസമാണ്. ഇതെൻ്റെ പൂജാമുറി തൂക്കുന്ന ചൂലാണ്. ഇത് കാണുമ്പോൾ എപ്പോഴും എൻ്റെ മോൾ എന്നെ വഴക്ക് പറയും, ഇത് അമ്മയ്ക്കൊരു ചൂല് വാങ്ങിക്കൂടെ. ഞാൻ എല്ലാ കടയിലും പോയി നോക്കിയിട്ട് ഇതുപോലത്തെ കുഞ്ഞ് ചൂല് കിട്ടാറേ ഇല്ല. പിന്നെ വലിയ ചൂലുണ്ടല്ലോ അതിൻ്റെ തന്നെ വലിയ ചൂലേ കിട്ടാറുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ റോഡിലൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഈ ചൂല് കണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. സാധാരണ ചിലന്തിവല അടിക്കുന്ന വലിയ ചൂല് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇത്രയും ചെറുത് കിട്ടത്തില്ല. നമുക്ക് മറ്റേ സൈസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ തിരക്കാവൊക്കെ തൂക്കുന്നതുകൊണ്ട് ഞാൻ പൂജാമുറി തൂക്കം എടുക്കാറില്ല. അപ്പോഴാണ് എന്തായാലും ഇത് കിട്ടിയത്. ഇതിന് 100 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ പേശിയൊക്കെ ചെയ്തെങ്കിലും ഞാൻ പിന്നെ അയാൾക്ക് 100 രൂപ തന്നെ കൊടുത്തു. കാരണം അത്രയും നല്ലൊരു ചൂല് കൊണ്ട് തരും. ഇത് എനിക്ക് പൂജാമുറിയിൽ ഇങ്ങനെ മുകളിലുള്ള ചിലന്തി വലയൊക്കെ അടിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ചൂല് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. എൻ്റെ ആ പഴയ ചൂലിന് ഇനിയെങ്കിലും ഒരു മോക്ഷം കിട്ടുമല്ലോ. ഈ വീട് പാല് കാച്ചിയപ്പോഴും കണ്ട് വാങ്ങിച്ച ചൂലാണ് അത്. 10-17 വർഷം കൊണ്ട് എൻ്റെ കൂടെ പൂജാമുറി തൂക്കുന്ന ചൂലാണ്. ഇതിങ്ങനെ സിറ്റൗട്ടൊന്നും തൂക്കാം, പക്ഷേ ഞാൻ സിറ്റൗട്ടൊന്നും അങ്ങനെ തൂക്കത്തില്ല. അത് വെച്ച് പൂജാമുറി മാത്രമേ തൂക്കാറുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ആ ചൂലെടുത്ത് കളഞ്ഞു. പിന്നീട് ഉച്ചക്കലത്തെ കറി അതുപോലത്തെ വിഭവങ്ങളുടെ വീഡിയോ ഒക്കെ എപ്പോഴും ഞാൻ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് എന്തായിരുന്നു, കൂമ്പും പയറും കൂടെ തോരൻ, നമ്മുടെ വൻപയറും കൂമ്പും കൂടെ തോരൻ. പിന്നെ നമ്മുടെ ചൂര നല്ല മുളകിട്ട് വെച്ച കറി, അതൊക്കെയായിരുന്നു കറികൾ. പിന്നെ പുളിശ്ശേരി, ഇതൊക്കെയായിരുന്നു. ഇതെല്ലാം കൂടി ഞങ്ങൾ വിശാലമായിട്ട് ഉച്ചയ്ക്ക് നല്ല ഉണ്ട്. ഞാൻ ഈ മീൻ രാമായണ മാസമായിട്ട് മീൻ കൂട്ടുമെന്ന് വെച്ചാൽ എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ മീനൊക്കെ കൂട്ടുന്നതിന് മുമ്പേ വായിക്കും, പിന്നെ വായിക്കാറില്ല. രാവിലെ അങ്ങ് വായിക്കും. പിന്നെ എപ്പോഴും വായിക്കും. അഥവാ നമുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ മീൻ കൂട്ടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊക്കെ അവരവരുടെ മനസ്സിൻ്റെ സന്തോഷവും അവരവരുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യാം. കുളിച്ചിട്ട് വായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ അവരവരുടെ സന്തോഷം. വായിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അങ്ങനെ ഞങ്ങൾ പുളിശ്ശേരി തോരനും മീൻകറിയൊക്കെ കൂട്ടി വിശാലമായിട്ട് ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.